വെള്ളത്തിന് മുകളിൽ പച്ചക്കറി കൃഷി ഞങ്ങൾ ചെയ്തത് കഴിഞ്ഞ ടൈമിലാണ് നമ്മൾ ആദ്യമായിട്ട് ഇത് ചെയ്യുന്നത്. അത് നമ്മുടെ പൂത്തൃക്ക കൃഷി അസിസ്റ്റൻ്റ് ഒരു സജിത് ദാസ് എന്ന് പറഞ്ഞ സാറുണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു ആശയമായിരുന്നു ഇത്. പക്ഷെ നല്ല ഗ്രോത്ത് ഉണ്ട്. നമ്മൾ ഈ നേരിട്ട് ഡയറക്റ്റ് പറിക്കുന്നതും കാണും, നമ്മൾ വിൽക്കാനായിട്ട് വെക്കുന്നതും കാണുന്നത് കാരണം ആളുകൾക്ക് കൂടുതലും താല്പര്യം ഇവിടെ നിങ്ങൾ പറിച്ചിങ്ങ് കയറ്റി വെക്കുമ്പോൾ തന്നെ ആളുകൾ അത് മേടിച്ചു. പിന്നെ മെയിനായിട്ടും കർഷകർ എന്നുള്ള നിലയിൽ ഞങ്ങൾ മൊത്തത്തിൽ കുടുംബം ഒന്നിച്ച് മുഴുവൻ സമയവും ഞങ്ങൾ കർഷകരാണ്. മക്കളും ഒക്കെ ഉണ്ട്. എല്ലാവരും മെയിനായിട്ട് ഇവിടെ പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, അത്യാവശ്യം കണ്ട പോലെ തന്നെ എല്ലാവരും വരും, മേടിക്കും. പിന്നെ നമ്മൾ തീരാത്ത ഇച്ചിരി അധികമായിട്ടുണ്ടെങ്കിൽ നമ്മൾ കോലഞ്ചേരിക്ക് പോകും. അവിടെ നമുക്കൊരു പ്ലോട്ട് ഉണ്ടായിരുന്നു, ഞങ്ങൾ തണ്ണിമത്തം ചെയ്തത് കോലഞ്ചേരിയിൽ. ഇപ്പം മെയിനായിട്ട് നമ്മൾ കുക്കുംബർ ഇട്ടിട്ടുണ്ട്, പച്ചക്കറിയിൽ കുക്കുംബർ ഇട്ടിട്ടുണ്ട്, പിന്നെ ചോളം, തക്കാളി, പിന്നെ റാഡിഷ് ചെയ്തിരുന്നു, പാവൽ, പടവലം, പീച്ചിൽ. അങ്ങനെ ഒരൈറ്റവും അധികമായിട്ട് ഇടൂല, ഇച്ചിരി എല്ലാം കുറേച്ചിടും. ഒരു 10,000-3,500 രൂപയുടെ സെയിൽ ഒരു ദിവസം നടക്കത്തക്ക വിധത്തിലാണ് നമ്മളുടെ ടാർജറ്റ്. ഒരൈറ്റം തന്നെ വെക്കുമ്പോൾ വരുന്നവർ ഇതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കും. 8 ഐറ്റം പയറാണ് മെയിനായിട്ട് പോകുന്നത്. പിന്നെ ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ഒരുപാട് ആളുകൾ ഇത് കൃഷി കാണാനായിട്ട് വരുന്നുണ്ട്. ഇവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കുക, ഇത് കാണുക എന്നൊക്കെ പറഞ്ഞൊരു ഇത് ഈ വൈകുന്നേരം ആകുമ്പോൾ വെള്ളത്തിൽ ചാടാൻ വേണ്ടിയിട്ട്, വെള്ളത്തിൽ ചാടാനുള്ളൊരു സന്തോഷം കൊണ്ട് ഇങ്ങ് പോരും. പിന്നെ ഇവരെയാണ് ഇറക്കിയിട്ട് മെയിനായിട്ടും വിളവെടുക്കണേ. കാരണം വെച്ചാൽ അവരിറങ്ങുകയാണെങ്കിൽ നമുക്കും അത് സന്തോഷമാകാം. അവർ വേഗം കട്ട് ചെയ്ത് പറിച്ചു പോരും. നമുക്ക് ചിലപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചിര ഒത്തിരി തൂങ്ങി വന്നപ്പോൾ നമുക്ക് പൊക്കം കൊണ്ട് നമുക്ക് വെയിറ്റ് കൊടുത്തു. ഇവരിറങ്ങിയായിരുന്നു വേഗം പറിച്ച് കുളിച്ചിങ്ങ് കയറിപ്പോരും. പിന്നെ ഇതിനകത്തൊരു ഗുണം എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മരുന്ന് എന്തായാലും അടിക്കുന്നില്ല. പിന്നെ കീടങ്ങളുടെ ശല്യം കുറവുണ്ട്, അത്യാവശ്യം നല്ല വിളവുണ്ട്. പിന്നെ ഇത്രയും സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് അധികം കിട്ടുന്നതാണ്. നമുക്ക് വെള്ളത്തിന് മുകളിൽ ഒരിക്കലും നമുക്കിത് നമ്മൾ വേറെ നശിച്ചു പോകുന്ന, നമുക്ക് ഇല്ലാതെ പോകുന്ന ഒരു സ്ഥലമല്ലേ ഇത്. അപ്പോൾ ആ ഒരു ഐഡിയയിൽ ഇതിങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ട് ഈ പന്തൽ അഴിച്ചിട്ട് പോലും ഇല്ല, അതേ സെയിം കിടക്കിയത്. വെള്ളം കയറുന്ന ഒരു സ്റ്റേജ് കയറിപ്പോലും കുക്കുംബർ തന്നെയല്ല, അത് ഞങ്ങൾ ഈ പ്രാവശ്യം ആദ്യമായിട്ട് ചെയ്തതാണ് ചോളം. അത് വിളവെടുക്കാറായി വരുന്നു. കറക്റ്റ് പാകം നമുക്ക് അറിയില്ലെങ്കിൽ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവ് കിട്ടിയിട്ടുണ്ട്. അവരെ വിത്ത് എത്തിച്ചു തന്നെ നമുക്ക് സ്ഥിരം കൃഷി നേരത്തോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം വണ്ടി ഫീൽഡായിരുന്നു. ഈ കൊറോണ വന്നേ പിന്നെയാണ് പിന്നെ കൃഷി ഇട്ടായേ. ഇപ്പം മെയിനായിട്ട് ഇതാ കൃഷിയാണ്. ലാഭകരമാണ്, കുഴപ്പമില്ല. ഇപ്പം നെല്ല് ഒരു 15 ഏക്കർ ഉണ്ട്. കൃഷിയെല്ലാം കൂടെ ഒരു 3 ഏക്കർ പച്ചക്കറി. ഇത് പാലി എന്ന് പറഞ്ഞൊരു ഇനം പാവലായത്. അതിന് കേട് കുറവാണ്, പിന്നെ കയ്പ്പ് ഉണ്ടാവില്ല. ഈ പച്ച കളറായാലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു നല്ല കയ്പ്പാന്ന് തോന്നുന്നു. ചോളം ഞങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്തത്. അതും നമ്മുടെ പണിക്കാരനായിട്ട് സ്ഥിരമായിട്ട് വരാറുള്ള ഒരു ബായി അവിടെ നാട്ടിൽ നിന്ന് വന്ന് വിത്ത് കൊണ്ടുപോയി തന്നതാണ്. ഒരു ചോളം നന്നായിട്ട് ആവുന്നുണ്ട് ആ ഏരിയയില്. ഇപ്പൊ തന്നെ ഇത് എല്ലാവരും ചോദിച്ചിട്ടുണ്ട്, പറിക്കണ സമയത്ത് വിളിച്ചേക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. അവർക്ക് വേണമെന്നും പറഞ്ഞ്. ശരിക്കും പറഞ്ഞാൽ ഞാനിത് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ അവരോട് പറഞ്ഞു പറിക്കണേ എന്നാണോ അന്ന് നമുക്ക് വിളിക്കാം എന്നും പറഞ്ഞ്. അറ്റ്ലീസ്റ്റ് നമ്മുടെ MLA-നെ അത് ഈ ഇതിൽ പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. പുള്ളി എല്ലാ കാര്യത്തിനും നമുക്ക് സപ്പോർട്ടാണ്. ഒരു ചെറിയൊരു കർഷക എന്ന നിലയിൽ പോലും ഞാൻ മണ്ഡലം കുന്നത്തുനാട് നിയോജക മണ്ഡലം MLA PV ശ്രീനിജൻ, ഞാൻ വിളിച്ചാൽ പോലും പുള്ളി ഇങ്ങോട്ട് അഭിസംബോധന ചെയ്യുന്ന എന്താ കർഷക എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രോത്സാഹനം എന്ന് പറയുന്നത് അതൊരു നല്ല ഒരു അവാർഡിന് തുല്യമാണ്. കുട്ടികൾ നന്നായിട്ട് കൃഷി എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോണിൽ കുത്തിയിരിക്കുന്ന സമയം പോകണ്ടല്ലോ എന്നുള്ളൊരു ഉദ്ദേശമാണ് മെയിനായിട്ട് നിങ്ങളെ കൂടെ കൂട്ടണേ. പിന്നെ ഇവര് വീട്ടിൽ മൂത്തയാളുണ്ട്, ഒരാളോടെ ഉണ്ട്, മൂത്ത ഒരാളോടെ ഉണ്ട്, പോരാറുണ്ട് ചിലപ്പോഴൊക്കെ. ഇപ്പൊ 10ലാണ്, അപ്പൊ പഠിക്കാനുണ്ട് പുള്ളിക്കാരത്തി. അങ്ങനെ പോകുന്നു. നമുക്ക് എല്ലാവരുടെയും സപ്പോർട്ട്, കൃഷിഭവന്റെ സപ്പോർട്ട് ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു നമുക്ക്. ഇപ്പൊ അതിലത്തെ പീച്ചിൽ പറിച്ചിട്ടേക്കണത് ആ തോട്ടിന്ന്
അപ്പൊ താഴെ ഇറങ്ങി നിന്നിട്ട് പറിച്ചിട്ടേണതാ. അപ്പൊ നമുക്ക് കൃഷിഭവന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞു പോയ 2 സാറുമാരുടെ പേര് എടുത്തു പറയേണ്ടതുണ്ട്. കൃഷി അസിസ്റ്റന്റുമാരും, ഒരാള് സീനിയർ കൃഷി അസിസ്റ്റന്റ് ആയിരുന്നു, ഒരു അനിൽകുമാർ എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു, പിന്നെ സജിത് ദാസ് എന്ന് പറഞ്ഞ. പിന്നെ നമ്മൾ ഇതിനകത്ത് ഈ നെല്ല് കഴിഞ്ഞ് കഴിയുമ്പോൾ കണ്ടം മുഴുവൻ നമ്മൾ പയറിടും, ഉഴുത് കളഞ്ഞ് വെച്ച് പയറിടും. പയറ് പിന്നെ നെല്ലിനും ഗുണമാണല്ലോ, നെൽകൃഷിക്കും. അപ്പൊ ഈ പാടത്തൊക്കെ നമ്മൾ പയറിട്ടേക്കായിരുന്നു. പയറിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ തന്നെയാണ് മെയിനായിട്ടും. ടില്ലറ് ചേട്ടൻ ഓടിക്കും, ടില്ലറുണ്ട് നമുക്ക് സ്വന്തമായിട്ട്. അപ്പൊ അങ്ങനെ പിന്നെ എല്ലാവരും നമുക്ക് സപ്പോർട്ടുണ്ട് നല്ല രീതിയിൽ. രാഷ്ട്രീയം ഒന്നും നോക്കാതെ എല്ലാവരും മെമ്പർമാരെല്ലാവരും നമുക്ക് നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ആളുകൾ, അതിനേക്കാൾ ഉപരി ആളുകളുടെ പ്രസൻസ് ആണ്. എല്ലാവരും ഇത് മേടിക്കാനായിട്ടും തയ്യാറാവുന്നുണ്ട്. നമ്മളുടെ കാര്യം ചീര ഫുള്ളായിട്ട് ഇതുവരെ ചെയ്തില്ല. ഇതിന്റെ ഇടവഴി ഇങ്ങനെ ക്യാബേജ് കോളിഫ്ലവറിന്റെ ഇടവഴി ഇങ്ങനെ ചീര നട്ടുകൊടുത്ത്. ഇത് വ്ളാത്താങ്കര ചീരയായിരുന്നു. പാകി പറിച്ചിട്ട് നമ്മൾ തൈ കൊണ്ടുവന്ന് നട്ടതാ. ചീരയ്ക്കൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട് ആവശ്യക്കാർ. പിന്നെ ഈ മരുന്നടിക്കണില്ല, ഇതെല്ലാം ആളുകൾ ലൈവ് കാണുന്നത് കാരണമാണ് കൂടുതലും ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക്. ഇതിപ്പോ നമ്മൾ ഈ വരമ്പ്, നെല്ലിന്റെ സൈഡിനുള്ള വരമ്പ് മുഴുവൻ നമ്മൾ കൃഷി ഇറക്കാൻ പറ്റും. നമുക്ക് പയറിട്ടേക്കാണ് നമ്മൾ ഇവിടുന്ന് നമ്മുടെ വരമ്പ് തീരണോടം വരെ. തൊട്ടപ്പുറം അവരുടെ വരമ്പായത് തന്നെ അവര് പണ്ടിടും. ഇതെല്ലാരും നെൽകൃഷിയുടെ സമയത്ത് കപ്പയും പയറും. അല്ല ആ ചേച്ചി ഇടാൻ പറ്റിയാണിത്. ചേച്ചിനെ വിളിക്കണോ ഫേസ് ഒന്ന് കാണിക്കാൻ? അവരുടെയാണത്. അവരിപ്പോ അത് പുല്ല് പറിച്ച് കള പറിക്കണതാണ് ആ കാണുന്നത്. കള പറിച്ച് അവരും പയറിട്ടിട്ടുണ്ട്. അതെല്ലാരും അവരവരുടെ വീതത്തിന്. ഇതിപ്പോ നമ്മുടെ പണ്ടായത് തന്നെ നമുക്ക് ഇതിങ്ങനെ ഇടാൻ പറ്റുന്നു. വേറെ ആരും വന്ന് ഇടില്ലല്ലോ നമ്മുടെ വരമ്പ്. പയറിനാണ് ആവശ്യക്കാർ കൂടുതൽ. നാടൻ പയറ് ഭയങ്കര ഡിമാൻഡുള്ള ഒരു സംഭവമാണ്. ഏത് സമയത്തും നമുക്ക് നാടൻ പയർ. പിന്നെ നമ്മൾക്ക് ഈ നമ്മുടെ എറണാകുളം വൈറ്റിലയിലൊരു ഈ പ്രാണികളുടെ ഒക്കെ ഒരു ഗവേഷണ കേന്ദ്രമുണ്ട്, പച്ചക്കറി വികസന സ്ഥലം. അവരുടെ അടുത്തുനിന്ന് നമുക്ക് റെഡ് വീഡ് എന്ന് പറഞ്ഞ ഒരു പ്രാണി, പുഴുവിനെയൊക്കെ തിന്നുന്നേ. അപ്പൊ മരുന്നടിക്കണ്ട നമുക്ക്. അതിനെ കൊണ്ടുവന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ അവര് വിളിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പാവൽ ഇപ്പൊ കളയാറായി. ഇനി അടുത്ത സീസണിൽ അടുത്ത പാവൽ കയറുമ്പോഴത്തേനും മതിയെന്ന് നമ്മൾ അറിയിച്ചു. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ വെണ്ട ചെയ്തപ്പോഴൊക്കെ ആണെങ്കിലും ഈ റെഡ് വീഡ് എന്ന് പറഞ്ഞ് പ്രാണീനെ കൊണ്ടുവന്ന് അവര് തന്നെ ഇട്ടു. അതൊക്കെ നമ്മുടെ ഈ കൃഷിഭവനിലെ ഈ സാറുമാരുടെ ഒരു ഫോളോ അപ്പ് ആണ്. അവരിപ്പോഴും ആണെങ്കിലും നമ്മൾ എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മൾ വിളിച്ചാൽ മതി, നമ്മളെ സഹായിക്കുന്നുണ്ട്. ആയിരുന്നു പണിയില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ അതൊരു ദയനീയ അവസ്ഥയായിരുന്നു. കോവിഡിന്റെ സമയത്ത് നമുക്ക് കൃഷിയല്ല സംരംഭമാണെങ്കിലും മുട്ടി നിന്നൊരു സമയമാണ്. വണ്ടിപ്പണി നിന്നു. പാറ ഈ ഹിറ്റാച്ചിയൊക്കെ ആയിരുന്നു വർക്കും കുറഞ്ഞു. ആ സമയത്ത് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജിമോൾ എന്ന് പറഞ്ഞ ചേച്ചിയാണ് എന്നെ കൃഷിഭവന്റെ ഗ്രൂപ്പിലേക്ക് ആഡ് വരുന്നത്. ഇപ്പോൾ നമ്മൾ വ്യവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നു. നമ്മുടെ ഉൽപ്പന്നം ഒരിക്കലും നമ്മൾ കച്ചവടക്കാർക്ക് കൊടുക്കാറില്ല, ഡയറക്റ്റ് സെയിലിംഗേ ഉള്ളൂ. ഇന്ന് നമ്മൾ പറിച്ച് വിറ്റ് തീർന്നില്ലെങ്കിൽ നാളെ ആയിട്ട് കൊടുക്കും. പിന്നെ നമ്മളിത് ഫോട്ടോസ് ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഗ്രൂപ്പിൽ നിന്ന് പിന്നെ നമ്മളെ ഗ്രൂപ്പിൽ ആളുകൾ അറിഞ്ഞു തുടങ്ങി. നമ്മുടെ പോസ്റ്റിന് എല്ലാവരും കമന്റ് ചെയ്തു തുടങ്ങി. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പൂത്തൃക്ക പഞ്ചായത്ത് എന്ന് തന്നെ പറയണ്ട, എവിടെ ചെന്നാലും നമ്മളെ അത്യാവശ്യം എല്ലാവരും അറിയും. നിങ്ങൾ ഇങ്ങനെ കൃഷിക്കാരല്ലേ. പിന്നെ ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ഒരുപാട് ആളുകൾ ഇത് കൃഷി കാണാനായിട്ട് വരുന്നുണ്ട്. ഇവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കുക, ഇത് കാണുക എന്നൊക്കെ പറഞ്ഞൊരു ആശയം, ഒരു സന്തോഷം, ഒരു മനസ്സിന് സന്തോഷം. ഇന്നിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, സോണി എന്നാ പേര്, സോണി കോലഞ്ചേരിക്ക് പോയപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ കയറി. അപ്പോൾ ഓട്ടോക്കാരൻ പറഞ്ഞെന്ന്, മനസ്സിന് കൂടുതൽ വിഷമം വന്നു കഴിയുമ്പോൾ ഇതിലൂടെയാണ് പോകുന്നെങ്കിൽ കുറച്ച് സമയം അവിടെ പാടത്ത് നിന്ന് ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട്, ഫ്രീ ആവും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, ഏറ്റവും നല്ലൊരു അവാർഡാണത്. കാരണം വെച്ചാൽ അത് സന്തോഷമാണത് അത് കേൾക്കാൻ. നമുക്കിപ്പോൾ ഇതിൽ നിന്ന് എന്ത് ലാഭം എന്നുള്ള. പിന്നെ നമ്മൾ ഒരിക്കലും കച്ചവടക്കാർക്ക് ഇടനിലക്കാർക്ക് പോകണല്ലോ. നമ്മൾ 80 രൂപയ്ക്ക് പയർ വിൽക്കുന്നു, കടയിലും 80 രൂപയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ 60 രൂപ. അത് അന്നേരം നമ്മുടെ ആ ഒരു മാർക്കറ്റ് അനുസരിച്ച് നമ്മൾ വിലയിട്ട് നമ്മൾ പച്ചക്കറി കൊടുക്കുന്നത് കാരണം ഒരു കാരണവശാലും നമുക്ക് നഷ്ടം എന്ന് പറയുന്നില്ല. പിന്നെ കൃഷിഭവനിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട്.
നെൽകൃഷി ലാഭകരമായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. കാരണം വെച്ചാൽ അതിനകത്ത് പറയാൻ പറ്റുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഒരു സെന്റിന് 100 രൂപയോളം നമുക്ക് പഞ്ചായത്ത് വിഹിതവും ബ്ലോക്കിന്റെ, ജില്ലാ പഞ്ചായത്തിന്റെ, അങ്ങനെ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ സ്കീമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിനകത്തുള്ളൊരു ഇത്തിരി ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 5 ഏക്കർ വരെ ഇൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻഷുർ ചെയ്യുന്നതിനാണ് ഈ സബ്സിഡികൾ കിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ 12 ഏക്കർ കൃഷി ചെയ്യുന്ന ഞങ്ങൾ 3 പേരുടെ പേരിലും, മോന്റെ പേരിലും ചേട്ടന്റെ പേരിലും എൻ്റെ പേരിലും, ഇങ്ങനെ 3 പേരുടെ പേരിലാക്കിയാണ് ഇപ്പൊ ചെയ്തേക്കുന്നത്. പിന്നെ നമുക്കിത് വിളവ് കിട്ടുന്നുണ്ട്. കൃത്യമായിട്ട് സപ്ലൈകോയിൽ കൊടുത്തിൻ്റെ എനിക്ക് 2 പ്രാവശ്യം 15-20 ദിവസത്തിനുള്ളിൽ എനിക്ക് പൈസ അക്കൗണ്ടിൽ കയറി. അതിൽ നമുക്ക് ഹാപ്പിയാണ്. ഇതുവരെ നമുക്ക് നെൽകൃഷി ഒരിക്കലും നഷ്ടമല്ല. കാരണം വെച്ചാൽ 4 മാസത്തെ പരിപാടിയേ ഉള്ളൂ. 4 മാസത്തെ കൃഷിയും കൊണ്ട് ഇത്തിരി പണി കൂടാലുണ്ടെന്നുള്ളൂ. പിന്നെ ചേട്ടൻ എപ്പോഴും ഇതിന്റെ പുറകെ ഉണ്ട്, വരമ്പത്തും പാടത്തും ഫുൾ ടൈം ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അപ്പൊ അത് കാരണം നഷ്ടം എന്ന് പറയാൻ പറ്റില്ല.